കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴീന്തേ ആയിരം കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു കനിവേകുമേ വെൺമേഘവും മഴനീർക്കിനാവായി മറഞ്ഞു ദൂരെ ഉള്ളോർ കുടം കേണുറങ്ങി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നെന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് മാത്സ് ഒക്കെ ചെയ്യുമ്പം അതിനകത്ത് കാണിയില്ലേ എളുപ്പവഴി ക്രിയ ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നൊരു നമ്മുടെ അടുക്കളയിൽ എളുപ്പവഴിയിൽ എങ്ങനെ ഒരു ക്രിയ ചെയ്യാം എന്നൊരു സംഭവം കാണിക്കാനാണ് വന്നിരിക്കുന്നത്. എനിക്കറിയാം ഈ ഒരു പരിപാടി നമ്മുടെ നാട്ടിൻപുറത്ത് എല്ലാവരും ഇന്ന് പ്രത്യേകിച്ച് ജോലിയുള്ളവരും ജോലിയില്ലാത്തവരും ഒക്കെ ഈ ഒരു പരിപാടി ചെയ്തു വെക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും നാളും അറിയാമെങ്കിലും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക, കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു. അപ്പോൾ ഇതാണ് എളുപ്പവഴിയിൽ ക്രിയ ചെയ്യാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുന്ന സംഭവം കേട്ടോ. ഇത് നമ്മുടെ ഇഞ്ചിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇഞ്ചിയാണ്. അപ്പോൾ ഈ ഇഞ്ചിന് ഞാൻ തൊലി കളയാൻ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല എങ്കിലും ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തൊലി കളയുന്നു കേട്ടോ, സത്യമായിട്ടും. കാരണം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. അത് മാത്രമല്ല, ഞാൻ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുമ്പോഴും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നേരെ തൊലിയോടുകൂടി നന്നായിട്ട് അങ്ങ് ചതയ്ക്കുവാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച്, ഇത് മാത്രമല്ല നമ്മളിത് ഇങ്ങനെ ഒരു ബോക്സിനകത്തിട്ട് അടച്ചു വെക്കാൻ വേണ്ടി പോവല്ലേ. അപ്പോൾ നമുക്ക് ഇതിപ്പം മൊത്തമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് ഇത് തൊലി കളഞ്ഞിട്ട് തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഇഞ്ചിയുടെ ഉപയോഗം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഞാൻ സാധാരണ ചായക്കകത്തും നമ്മൾ പ്രത്യേകിച്ച് ജലദോഷവും പനിയും ചുമയൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ചായക്കകത്തും പിന്നെ കാപ്പിക്കകത്തും ഒക്കെ ഞാൻ ഇടാറുണ്ട് ഈ പറഞ്ഞ ഇഞ്ചി. പിന്നെ അതുകൊണ്ട് നമുക്ക് അത് കുടിക്കുമ്പോഴത്തേക്കൊക്കെ നമുക്ക് തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു ആശ്വാസമല്ലേ. അതുപോലെ വെളുത്തുള്ളി ഞാനിവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ വെളുത്തുള്ളി പൊളിക്കാനുള്ള ആരോഗ്യം എനിക്ക് ഇന്നില്ല കേട്ടോ. കാരണം ഇന്നൊരു ചെറിയ ബോഡി പെയിനും പനിയുടെയൊക്കെ കോളാണ് കേട്ടോ. അപ്പോൾ അത് ഇന്ന് പൊളിക്കാനുള്ള എനിക്ക് ക്ഷമയുമില്ല, ആരോഗ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഇഞ്ചിയിലേക്ക് നേരെ കിടക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ തൊലി കളയാൻ പോവാണ്. അപ്പോൾ ഇതാ ഞാൻ ഏകദേശമൊക്കെ ഒന്ന് എൻ്റെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെ എന്നോട് പറ്റുള്ളൂ. കാരണം ഞങ്ങൾ ഇത് ഒത്തിരി നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കുന്നില്ല. ഇത് നമ്മൾ എല്ലാ ദിവസവും എന്തായാലും എല്ലാ ദിവസവും നോൺ വെജ് ഉണ്ടാക്കില്ല. അപ്പം അതിനകത്ത് എന്തായാലും അത് എന്നാ പറയുക, 2 ആഴ്ചക്കുള്ളിൽ ഇത് തീർന്നു കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊലി ഞാൻ സാധാരണ കളയാറില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കളയാറില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് മാക്സിമം പറ്റുന്നത്ര തൊലി കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കളയാത്തതുകൊണ്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇനിയിപ്പം ചിലരൊക്കെ നന്നായിട്ട് തൊലി കളഞ്ഞിട്ടേ ഇത് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്തോളൂ. അപ്പോൾ ഞാനിത് നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കും കേട്ടോ. അപ്പം അത് നല്ല പേസ്റ്റ് പോലെ അത് ഏകദേശം പേസ്റ്റ് പോലെ ഒന്ന് ആക്കിയെടുക്കാനാണ് എൻ്റെ പ്ലാന് കേട്ടോ. അപ്പോൾ ഇതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്കൊരു വീഡിയോ ഞാൻ പറഞ്ഞില്ലേ ഒരു സുഖമില്ലായ്മ ആയതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കുന്നില്ല. പിന്നെ മാത്രമല്ല കാര്യമായിട്ടുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഇത് കുറേ ദിവസമായി മേടിച്ച് വെച്ചിരിക്കുന്നു, അപ്പം ഇത് തന്നെ അങ്ങ് ഒരു കണ്ടൻറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ഈ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ മിക്സിയിൽ നന്നായിട്ട് ചതച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെ മാക്സിമം ഇത്രയും ചതച്ച് വെച്ചിട്ടുള്ളൂ. പിന്നെ ഇത് കൂടുതൽ ഇതാകത്തില്ല, ചതയല. പിന്നെ എനിക്ക് ഇത്രയും ചതഞ്ഞാൽ മതി. കാരണം എനിക്കൊത്തിരി ചതഞ്ഞ് ഇങ്ങോട്ട് പേസ്റ്റ് പോലെ ആകുന്നതിനോട് വലിയ താല്പര്യമില്ല.
അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് 2-3 ആഴ്ചത്തേക്ക് നമുക്ക് നല്ല വായു കടക്കാത്ത അല്ലെങ്കിൽ ഒട്ടും വെള്ളമയം ഇല്ലാത്ത നമുക്ക് കുപ്പിക്കകത്തിട്ട് വെക്കാം കേട്ടോ. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു 2-3 ആഴ്ചത്തേക്കുള്ളതേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി ഇത് കൂടുതൽ വേണമെങ്കിൽ ആവശ്യമുള്ളവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. ഇത് എപ്പോഴും ഒരു ഉപകാരപ്രദമാണ്. നമുക്ക് എപ്പോഴും ഇപ്പം ജോലി ചെയ്യുന്നവരാണേലും ജോലി ചെയ്യാത്തവരാണേലും എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് ചതച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. പണ്ടൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടല്ലായിരുന്നു. അപ്പോൾ ഇന്ന് സംവിധാനങ്ങൾ കൂടിയപ്പോൾ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടുമായി സത്യമായിട്ടും. അപ്പം പിന്നെ ഇതിപ്പം എന്താ പറയണ്ടേ, നമ്മുടെ ഫാസ്റ്റ് ലൈഫാണല്ലോ. അപ്പം എല്ലാം ഫാസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എല്ലാവരും കാണുക, കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.